ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്തോതുകയുമാണ്. ഏറെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് ഈ മിമ്പർ നമ്മളോടൊരു ഖുതുബയായി സംസാരിച്ചത്. പരലോകകോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകുന്നവർ പലവിധ സംഭവങ്ങൾക്ക് സാക്ഷികളാകേണ്ടവരാണ്. വിചാരണയുടെ വിവിധ മുറകൾക്കും രീതികൾക്കും ഇരയാകുന്നവരാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വിചാരണയുടെ വേദിയിൽ സംസാരിച്ചും തർക്കിച്ചും അടിയാറുകൾ വർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ശ്രവിച്ചത്. തർക്കം അത് റബ്ബിന് നേരെ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നക മയ്യീതുൻ വ ഇന്നഹും മയ്യീതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിയിൽ തർക്കത്തെക്കുറിച്ച് ഈ വചനത്തിൽ ഉണർത്തുകയാണ്. ഇന്നക മയ്യീതുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, താങ്കൾ മരണം വരിക്കുന്നവനാണ്. വ ഇന്നഹും മയ്യീതൂൻ. ആളുകളും മരണം വരിക്കുന്നവരാണ്. അത് സുനിശ്ചിതം, യാഥാർത്ഥ്യം, എല്ലാവർക്കും മരണമുണ്ട് എന്നുള്ള വിഷയം. പക്ഷേ മരണാനന്തരം സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. പിന്നീട് നിങ്ങളെല്ലാവരും അന്ത്യനാളിൽ റബ്ബിങ്കൽ തർക്കിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിചാരണയ്ക്ക് വിധേയരാകും എല്ലാവരും. ആ വിചാരണയുടെ വേളയിൽ തർക്കിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെന്തുകൊണ്ട്, എന്തിനാണ് അല്ലാഹുവിങ്കൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന അടിയാറുകൾ തർക്കിക്കുന്നത് ദുനിയാവിൽ അന്യോന്യമുണ്ടായ വിഷയങ്ങളിലുള്ള പ്രതികാരവും പ്രതിക്രിയയും പ്രതികരണങ്ങളുമൊക്കെയാണ്. ഇവിടെ അന്യായം നടന്നിട്ടുണ്ട് എങ്കിൽ ആ അന്യായം വിചാരണയുടെ വേദിയിൽ തർക്കത്തിന് വിധേയമാക്കുന്ന വിഷയമാണത്. പരലോകകോടതിയിലേക്ക് തർക്കം പരിഹരിക്കാൻ ഭൗതിക വിഭവങ്ങളേറ്റിയല്ല ആളുകൾ വരിക. പ്രത്യുത പരലോകകോടതിയിലേക്കുള്ള ആളുകളുടെ വരവ് അവരുടെ കർമ്മങ്ങളുമായിട്ടാണ്. നന്മകൾ ഏറ്റിവരുന്നവർ, തിന്മകൾ ഏറ്റിവരുന്നവർ. അതാണവിടെ നമ്മൾ അബ്ദുള്ള ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസ് കേൾക്കുകയുണ്ടായി. യുഹ്ശറുൽ ഇബാദ് അല്ലെങ്കിൽ യുഹ്ശറുൻ നാസ് യൗമൽ ഖിയാമത്തി ഉറാത്തൻ ഗുർലൻ ബുഹ്മൻ എന്നാണ്. അന്ത്യനാളിലേക്ക് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും നഗ്നരായി. അതാണ് ഉറാത്തൻ. പിന്നെ ഗുർലൻ, ചില കർമ്മങ്ങൾ പോലും നിർവഹിക്കപ്പെടാത്തവരായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില നിവേദനങ്ങളിൽ ആയത്ത് തന്നെ ഓതി എന്നാണ്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു എന്നാണ്. ആദ്യ തവണ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണോ അതേപോലെ നഗ്നതയിൽ ചില കർമ്മങ്ങൾ പോലും നിർവഹിക്കപ്പെടാത്തവരായിട്ട് പരലോകകോടതിയിലേക്ക് മടക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ ബുഹ്മൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബഹീമ, മിണ്ടാപ്രാണികളാണ്. ബുഹ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യഹസ്തരായി ഒന്നുമില്ലാതെ വരും എന്നുള്ളതാണ് പരലോകകോടതിയിലേക്ക്. പിന്നെ എങ്ങനെയാണ് പരലോകകോടതിയിൽ ആളുകൾ തർക്കിക്കുക, ആ തർക്കം തീർക്കപ്പെടുക? അതാണ് അവിടുത്തെ വിഷയം. അതിനുള്ള മറുപടിയാണ് കേട്ടത്. ബിൽ ഹസനാത്തി വസ്സയ്യിആത്ത്. ഹസനത്തുകൾ കൊണ്ടും സയ്യിഅത്തുകൾ കൊണ്ടാണ് അവിടെ തർക്കം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. ഹസനാത്ത്, മനുഷ്യന്മാർ ചെയ്ത നന്മകൾ, അതവിടേക്ക് ആളുകൾ എത്തിക്കും. അതേപോലെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എത്തിക്കും. ചില നിവേദനങ്ങൾ നമ്മളിവിടെ കേട്ടതുപോലെ ചില ആളുകൾ അന്ത്യനാളിലേക്ക് വരുമ്പോൾ അവരുടെ ഹസനത്തുകൾ അംസാലി ജിബാലി തിഹാമത്തൽ ബീദ് എന്നാണ്. തിഹാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നീണ്ട് പരന്നു കിടക്കുന്ന വെളുത്ത മലകളാണ്, പർവ്വത നിരകളാണ്. അതുപോലത്തെ അമലുകളും ഏറ്റി പരലോകത്ത് വരും എന്നുള്ളതാണ്. ഹസനാത്തുകൾ കൊണ്ടുവരും.
അതേപോലെ സയ്യിആത്തുകൾ കൊണ്ട് ആളുകൾ വരും. അതുകൊണ്ടാണ് അവിടെ കണക്ക് തീർക്കുക, തർക്കം പരിഹരിക്കുക എന്നുള്ളതാണ്. അന്യോന്യം അന്യായങ്ങളും അക്രമവും ഉണ്ട് എങ്കിൽ നിവേദനത്തിൽ പറയുന്നത് ഫമാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്നതി അൻ യദ്ഖുലൽ ജന്ന ഇദാ കാന ലി അഹദിൻ മിൻ അഹ്ലിൻ നാരി ലഹു മുതാലബ എന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൽ സംഗതമല്ല, സാധ്യമല്ല. എങ്ങനെയാണ് എങ്കിൽ നരകാർഹനായ ഒരു വ്യക്തിക്ക് വല്ല മുതാലബയും ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ, സ്വർഗാർഹനായ ഒരു വ്യക്തി നരകം വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നേരെ ദുനിയാവിൽ വല്ല അന്യായവും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് കണക്ക് തീർക്കാതെ, അതിൽ പ്രതിക്രിയയും പ്രതികാരവും ഉണ്ടാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗാർഹന് സാധ്യമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നേരെ തിരിച്ചും വമാ യംബഗി ലി അഹദിൻ മിൻ അഹ്ലിൻ നാരി അൻ യദ്ഖുലൻ നാർ ഇദാ കാന ലി അഹദിൻ മിൻ അഹ്ലിൽ ജന്നതി ലഹു മുതാലബ. നരകാർഹൻ അവൻ നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് സംഗതമല്ല, സാധ്യമല്ല. എങ്ങനെയാണ് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഈ നരകാർഹനിൽ നിന്ന് വല്ല മുതാലബയും ഉണ്ട് എങ്കിൽ, മുതാലബ എന്ന് പറഞ്ഞെങ്കിൽ ഇവനെ ശകാരിച്ചത്, ഇവനെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞത്, ഇവനെ ദ്രോഹിച്ചത്, അവൻ്റെ അപമാനത്തിന് ക്ഷതമേൽപ്പിച്ചത്, അവനെക്കുറിച്ച് അപവാദം പറഞ്ഞത്, പരദൂഷണമുണ്ടായത്, ഇതിലൊക്കെ പക പോക്കാതെ, പക തീർക്കാതെ നരകാർഹൻ നരകത്തിലും കാലൊന്നുമില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. സ്വർഗം അർഹിക്കുന്നവൻ സ്വർഗത്തിലും ആശ്രിതനാവുകയില്ല, ആളാവുകയില്ല എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിവേദനത്തിൽ ഉണർത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണിത്. അപ്പോൾ വിഷയം പരലോക കോടതിയിൽ തർക്കിച്ചും കണക്ക് ചോദിച്ചും അടിയാറുകൾ വർത്തിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കും. എന്നിട്ട് പൂർണ്ണ അളവിൽ അളന്ന് വിചാരണ പൂർത്തീകരിച്ചാണ് ആളുകളെ അവർ സ്വർഗാർഹരാണിയെങ്കിൽ സ്വർഗത്തിലേക്കും നരകാർഹരാണിയെങ്കിൽ നരകത്തിലേക്കും വിധിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുക. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തുൽ അംബിയായിൽ. എന്താ? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ ത്രാസുകൾ നാം അന്ത്യനാളിൽ സ്ഥാപിക്കും. നീതിയുടെ ത്രാസുകൾ. എന്നിട്ട് പറയാണ് വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, മനുഷ്യരുടെ ചെയ്തികൾ അത് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടുക് മണിയുടെ തൂക്കം ഉള്ളതാണെങ്കിലും അതൈനാ ബിഹ, നാം അത് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കടുകുമണിയുടെ തൂക്കം, അതാണ് മനുഷ്യന്മാരുടെ ചെയ്തി. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹ, അല്ലാഹു പറയാണ് നാം അത് എത്തിക്കും. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ നാം മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുബന്ധം പറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതുന്നതിൻ്റെ ചരിത്രം അതിവിടെ ഖതീബ് ഉണർത്തിയില്ല. പക്ഷേ അതിൽ ഒരു വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുകയാണ്, തൻ്റെ വിഷയം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്നലി മംലൂക്കൈൻ, എനിക്ക് 2 ജോലിക്കാരുണ്ട്, അടിമകളായിട്ടുള്ള ജോലിക്കാർ. ഈ 2 അടിമകളായിട്ടുള്ള ജോലിക്കാരുടെ പ്രത്യേകത, അല്ലെങ്കിൽ മംലൂക്കീൻ, എനിക്ക് അടിമകളായ ജോലിക്കാരുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? അവർ യക്ദിബൂനനി യഖൂനൂനനി, എന്നോട് കളവ് പറയുന്നു, എന്നെ പറ്റിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. കളവ് പറയുന്ന, അതേപോലെ തന്നെ പറ്റിക്കുന്ന, അതേപോലെ ദ്രോഹിക്കുന്ന ഒക്കെ എൻ്റെ ജോലിക്കാരാണ്. വാന അദ്രിബുഹും, അവരെന്നെ പറ്റിക്കുന്നത് അറിഞ്ഞാൽ, അവരെന്നോട് കളവ് പറയുന്നത് അറിയുമ്പോൾ ഞാൻ അവരെ അടിക്കാറുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ യജമാനൻ വന്നിട്ട് തൻ്റെ ജോലിക്കാരെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഫ കൈഫ അന മഅഹും, ഇവരുടെ വിഷയത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അവർ പറ്റിക്കുന്നു, കളവ് പറയുന്നു, ചതി നടത്തുന്നു, അതുകൊണ്ട് ഞാൻ അവരെ അടിക്കുന്നു, എങ്ങനെയായിരിക്കും ഞാൻ എന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇദാ കാന ഇഖാബുക ലഹും ദൂന ദുൽമിഹിം ഫഹുവൽ ഫദ്ലു മിൻക, അവർ ചെയ്യുന്ന അക്രമം, അന്യായം, അതിനേക്കാൾ കുറവാണ് താങ്കളുടെ ശിക്ഷയെങ്കിൽ, അവർ ചെയ്യുന്നതിനോളല്ല താങ്കൾ ശിക്ഷിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഔദാര്യമാണ്, ഔദാര്യമാണ്. എന്നാൽ അവർ ചെയ്യുന്ന കുറ്റത്തേക്കാളാണ് നിങ്ങളുടെ ശിക്ഷയെങ്കിൽ യുക്തസു മിൻക,
നിങ്ങൾക്ക് പ്രതിക്രിയ ഉണ്ടാകും, പരലോക കോടതിയിൽ പ്രതിക്രിയ ഉണ്ടാകും എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വ്യക്തി കരയാണ്. അപ്പോൾ കരീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ. ആയത്ത് ഓതിയിട്ട് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയാണ് ചെയ്തത് ഈ വിഷയത്തിൽ. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഇനി എനിക്ക് ഈ മംലൂക്കുകൾ വേണ്ട, അടിമകളായിട്ടുള്ള ഈ ജോലിക്കാർ വേണ്ട, അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സ്വതന്ത്രരാണെന്ന് പറഞ്ഞിട്ട് അവരെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വെച്ച് സ്വതന്ത്രരാക്കി വിട്ടു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ പറയുന്നത്. പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക കോടതിയിൽ നീതിയുടെ തുലാസുകൾ സ്ഥാപിച്ച് എന്തൊക്കെ ചെയ്തികളുണ്ടോ അതെല്ലാം ഹാജരാക്കിയിട്ട് അതിലാണ് വിചാരണ. ആ വിചാരണയിൽ ഒരാളും അന്യായത്തിന് വിധേയരാവില്ല. ഇവിടെ ദുൽമിന് വിധേയരായിട്ടുണ്ട് എങ്കിൽ അവർ അവിടെ പ്രതിക്രിയക്ക് അവസരം നിശ്ചയിക്കപ്പെടുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ അത് ചിലരെ പരിഹസിക്കും, ചിലരെ പുച്ഛിക്കും, ചിലർ ആംഗ്യഭാഷയിൽ, ചിലർ ഇകഴ്ത്തും, ചിലരെ ഗീബത്ത് പരദൂഷണം പറയും. ഗീബത്ത് എന്താ? ദിക്റുൽ ഐബ് ഫിൽ ഗൈബ്, ദിക്റുൽ ഐബ് ഫിൽ ഗൈബ്, ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ ഐബ് പറയലാണ്. ഗൈബിൽ ഐബ് പറയലാണ് ഗീബത്ത്. ഗൈബിൽ നിന്നാണ് ഗീബത്ത് പദം തന്നെ വരുന്നത്. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ ഐബ് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ദിക്റുക അഖാക ബിമാ യക്റഹ്, സഹോദരന് അനിഷ്ടകരമായത് അവനെക്കുറിച്ച് പരാമർശിക്കലാണ്. നീ നിൻ്റെ സഹോദരനെക്കുറിച്ച് അനിഷ്ടകരമായത് പരാമർശിക്കലാണ് ഗീബത്ത്. അവിടെ ദിക്റുക അഖാക ബിമാ യക്റഹ് എന്നാണ്. അവന് അനിഷ്ടകരമായതെല്ലാം, മാ യക്റഹ് എന്ന് പറഞ്ഞാൽ മാ ഇസ്മു മൗസൂല, അറിയിക്കുന്നത് എന്താ? സഹോദരന് അനിഷ്ടകരമായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നീ പറയലാണ് ഗീബത്ത്. സഹോദരൻ്റെ വ്യക്തിപരമായിട്ട്, സ്വഭാവപരമായിട്ട്, ശാരീരികമായിട്ട്, കുടുംബപരമായിട്ട്, അവൻ്റെ സന്താനവുമായി ബന്ധപ്പെട്ട്, അവൻ്റെ വീടുമായി ബന്ധപ്പെട്ട്, അവൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, സ്വഭാവവുമായി അവന് അനിഷ്ടകരമായതെല്ലാം അവനെക്കുറിച്ച് പറയൽ എന്നാണ്. അപ്പോൾ ഗീബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ നമ്മൾ സാധാരണ പറയുന്ന കുറ്റം പറയുന്ന ഒരു വിഷയം മാത്രമല്ല, അയാളുടെ കുറ്റത്തിൻ്റെ വിഷയമല്ല, അയാൾക്ക് അനിഷ്ടകരമായത് എന്നാണ് അയാളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ടുള്ളതും അയാളുടെ സ്വത്വവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയും അതിൽപ്പെട്ടു. അതാണ് ഗീബത്ത്. ഇതൊക്കെയും വിഷയം പരലോക കോടതിയിൽ കണക്ക് ചോദിക്കപ്പെടുന്ന, കണക്കിന് വിധേയമാക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വിഷയം ഗൗരവത്തിൽ പറഞ്ഞത്. തർക്കം, അന്യോന്യം, അതെന്നെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അസഹ്യമാണ്, അചിന്തനീയമാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് വിചാരണക്കെടുക്കുന്നത്. ആ വിചാരണയിൽ ആളുകൾ അന്യോന്യം തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, റബ്ബിങ്കൽ നിങ്ങൾ തർക്കിക്കുമെന്ന് പറഞ്ഞാൽ റബ്ബിങ്കൽ തർക്കിക്കുന്ന ആളുകളെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതെന്തിനാണ് തർക്കിക്കുന്നത്? പിന്നെ ആ തർക്കം തീർപ്പാക്കുന്നത് എങ്ങനെ? ഏറ്റവും കഠോരമായ വിഷയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയുടെ നിവേദനത്തിൽ സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 3 കൂട്ടർ, അന ഖസ്മുഹും, ഞാനാണ് അവരുടെ വിഷയത്തിൽ അവരോട് തർക്കിക്കുന്നവൻ. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാനാണ് അവരോട് തർക്കിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ, അല്ലെങ്കിൽ 3 കൂട്ടർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്? തർക്കം നടത്തുന്നത്. ഈ 3 കൂട്ടരോട് അന്യായം ചെയ്തവരോടാണ് തർക്കിക്കുന്നത്. അള്ളാഹാണ് തർക്കിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തർക്കിച്ചാൽ ആ തർക്കത്തിൽ ആർക്ക് പിടിച്ചു നിൽക്കാനാകും? ആ തർക്കത്തിൽ തകരാത്തവർ ആരുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 3 കൂട്ടരെ വിശദീകരിച്ചു. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റജുലുൻ ഉഅതിയ ബി സുമ്മ ഗദർ വറജുലുൻ ബാഅ ഹുറൻ ഫഅകല സമനഹു വറജുലിൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതി അജ്റഹു. ഇതാണ് ഹദീസിൻ്റെ പ്രയോഗം. എന്താ ഇതിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തർക്കിച്ച് തകർക്കുന്ന ഒന്നാമത്തെ ആൾ വറജുലുൻ ഉഅതിയ ബി സുമ്മ ഖദർ, അള്ളാഹുവിൽ സത്യം ചെയ്ത്, അള്ളാഹുവിൽ ആണയിട്ട് ഉറപ്പിച്ച് കരാർ ചെയ്ത് എന്നിട്ട് വഞ്ചന നടത്തിയ വ്യക്തി. സത്യം ചെയ്ത് ഉറപ്പിച്ചിട്ട് ചതി നടത്തിയ വ്യക്തിയാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആൾ വറജുലുൻ ബാഅ ഹുറൻ ഫഅകല സമനഹു, സ്വതന്ത്രനായ മനുഷ്യനെ അടിമയാക്കിയിട്ട് വിറ്റ്
തിന്നവൻ, സ്വതന്ത്രനായ മനുഷ്യന്മാർ അവരെ അടിമകളാക്കി പിടിച്ച് വിൽക്കുക, എന്നിട്ടത് തിന്നുക. അതാണ് രണ്ടാമത്തെ വ്യക്തി. അത് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമത്തെ ആൾ വറജുലുനി ഇസ്തജറ അജീറൻ ഫസ്തൗഫാമിന്. മൂന്നാമൻ ഒരാളെ കൂലിക്ക് വിളിച്ചു, ജോലിക്ക് വിളിച്ചു, എന്നിട്ട് ഇസ്തൗഫാമിൻഹു അവനിൽ നിന്ന് ജോലി ചെയ്യിച്ച് പൂർണ്ണമായിട്ട് അവൻ്റെ ജോലിയൊക്കെ തീർത്ത്. പക്ഷേ ഫലമ്യൂത്തി അജറഹു കൂലി കൊടുക്കാതെ വിട്ട്, കൂലിക്ക് വിളിച്ചിട്ട് ജോലി നന്നായി ചെയ്യിച്ചിട്ട് കൂലി കൊടുക്കാതെ വിട്ടവൻ, ഇതാണ് മൂന്നാമത്തെ ആൾ. ഈ മൂന്ന് കൂട്ടർക്ക് വേണ്ടിയിട്ട് തർക്കം നടത്തുന്നത് അള്ളാഹുവാണ്. അവർക്ക് വേണ്ടി വാദിക്കൽ അള്ളാഹുവാണ്. അവർക്ക് വേണ്ടി സംസാരിക്കലും സംവദിക്കലും ഈ അക്രമികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതിൽ രണ്ടാമത്തെ ആൾ വറജുലുൻ ബാഅ ഹുറൻ ഫഅകല സമനഹു എന്നുള്ളത് മനുഷ്യന്മാരെ അടിമകളാക്കി പിടിച്ച് വിൽക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്യുമ്പോൾ, ദീനുൽ ഇസ്ലാം ഇവിടെ വരുമ്പോൾ, അതിനു മുമ്പുള്ള ജനവിഭാഗങ്ങൾ, ആൾക്കൂട്ടങ്ങൾ ചെയ്തിരുന്നൊരു വലിയ അന്യായമാണ് മനുഷ്യന്മാരെ ആക്രമിക്കുക, എന്നിട്ട് അടിമയാക്കി പിടിച്ച് വിറ്റ് കാശാക്കുക. നമ്മൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയൊക്കെ ചരിത്രത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിൽ നിന്ന് എടുത്ത് അടിമയാക്കി പിടിച്ച് മിസ്റിലെ മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്തത്. പണ്ട് കാലങ്ങളിലൊക്കെ അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്യുന്ന നാൾ വരേക്കും അങ്ങനെയായിരുന്നു. മനുഷ്യന്മാരെ അവരുടെ ഗ്രാമങ്ങളിൽ പോയി, ഗോത്രങ്ങളിൽ പോയി, നാടുകളിൽ പോയി അന്യായമായി ആക്രമിക്കുക, എന്നിട്ട് ആളുകളെ പിടിച്ച് വിറ്റ് അതിൻ്റെ പണം തിന്നുന്ന സംസ്കാരവും അവസ്ഥയായിരുന്നു. ഇസ്ലാമിൽ അടിമകളെ പിടിക്കുന്ന വിഷയം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവപ്പെട്ട കുറ്റമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യന്മാരെ സ്വതന്ത്രരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിക്കുന്നത്, അവർക്ക് ജന്മം നൽകുന്നത്. അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അവരെ അടിമകളാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇങ്ങനെ കുറ്റകരമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ ലോകത്തിൻ്റെ ഒരു രീതിയിൽ അടിമകൾ ഉണ്ടാകുന്ന അവസ്ഥ, യുദ്ധ സാഹചര്യങ്ങൾ, അത് ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ ഇന്നലകളിലേക്ക് കണ്ണോടിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ അടിമകളായി വരുന്ന ആ ചരിത്രം അത് എന്ന് തുടങ്ങിയെന്നറിയാത്ത വിധം അതിപുരാതനമായി പണ്ടേ ഇവിടെ തുടരുന്ന രീതിയാണ്. അടിമകളായിട്ട് യുദ്ധമുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്നവർ അടിമകളാക്കപ്പെടുക എന്നുള്ളത്. അതിൽ ഹീനമായി മനുഷ്യരെ അടിമകളായി പിടിച്ച് വധിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അടിമകളായി പിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിൽക്കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ വരെ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്ലാമിലല്ല ഇസ്ലാമികേതര സംസ്കാരങ്ങൾ നമ്മൾ വായിക്കുന്നത് ഹീനമായ ജോലികൾക്കും കഠിനമായ ജോലികൾക്കുമൊക്കെ വിധേയരാക്കും വിധം ഈ അടിമകളെ മാറ്റി ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്ലാമിൽ ഒരിക്കലും ഇങ്ങനെ അടിമകൾ ഉണ്ടാകുന്നുവെങ്കിൽ അവരെ അടിമകളാക്കി വെക്കുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ രീതി. അടിമകളാക്കി മാത്രം വെക്കുക എന്നുള്ളത്. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രവും ഭരണാധികാരിയും വേണം. ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ തന്നെ യുദ്ധത്തിന് ഇസ്ലാമിക രാഷ്ട്രം വേണം, ഭരണാധികാരി വേണം. ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവർ അവരെന്ത് ചെയ്യണമെന്നുള്ളതിൽ ഭരണാധികാരിയുടെ ഗവേഷണമാണ് വിഷയം. ഒരാൾക്കും അടിമകളെ പിടിക്കാനോ അടിമകളെ വെക്കാനോ ഇസ്ലാമിൽ അവസരമല്ല ഭരണാധികാരിക്കല്ലാതെ. ഭരണാധികാരിയാണ് ബന്ദികൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുള്ളവൻ. അവരെ സ്വതന്ത്രരാക്കി തിരിച്ചുവിടാൻ ഭരണാധികാരിക്ക് അവസരമുണ്ട്. മക്കം ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മക്കം ഫതഹ് ഗസ്വത്തു ഫതഹ് മക്ക അല്ലേ, ആരെയും അടിമകളാക്കി വെച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്വതന്ത്രരാക്കി വിടുകയാണ് ചെയ്തത്. അത് ഭരണാധികാരിയുടെ സ്വാതന്ത്ര്യമാണ്. അതല്ല ഇനി അടിമകളാക്കി വെക്കണോ, അത് ഭരണാധികാരിയുടെ സ്വാതന്ത്ര്യമാണ്. അതല്ല ഇനി പിടിക്കപ്പെട്ടവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി അവരെ സ്വതന്ത്രരാക്കി വിടണോ, അത് ഭരണാധികാരിയുടെ സ്വാതന്ത്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ പിടികൂടിയവരെ പോലെ. പക്ഷേ എന്നിട്ടും ആ മോചനദ്രവ്യം വാങ്ങി സ്വതന്ത്രരാക്കി വിട്ടവരുണ്ട്. ചിലരെ അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി മദീനക്കാർക്ക് എഴുത്ത് പഠിപ്പിക്കാൻ മോചനദ്രവ്യം അതായി നിശ്ചയിച്ചു, എഴുത്ത് പഠിപ്പിക്കൽ. എന്നിട്ട് ആ പഠിപ്പിക്കൽ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ബന്ദികൾ സ്വതന്ത്രരാകുന്ന അവസ്ഥ അത് ഇസ്ലാം പഠിപ്പിച്ചു. ചിലർ ബന്ദികളിൽ വധശിക്ഷ അർഹിക്കും വിധം അക്രമികളും കുറ്റകൃത്യം ചെയ്തവരുമുണ്ട് എങ്കിൽ അവർ വധിക്കപ്പെടുന്നതും അതും ഭരണാധികാരിയുടെ ഗവേഷണത്തിന് വിധേയമാണ്. നോക്കൂ നിങ്ങൾ, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെല്ലാം ബന്ദികളാക്കി അവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ ബന്ദികളെന്ന നിലയ്ക്ക് ഹീനമായ കഠിനമായ ജോലികൾക്കും മറ്റും ഇരയാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഇവരെ സ്വതന്ത്രരാക്കി വിടുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഫിദിയ ഈടാക്കി ദായധനം ഈടാക്കി അവരെ സ്വതന്ത്രരാക്കി വിടുന്ന, അല്ലെങ്കിൽ അവരെ ഭരണാധികാരിയുടെ ഗവേഷണത്തിൽ
പിടിച്ചു വെക്കുന്ന, ബന്ദികളാക്കി വെക്കുന്ന ഈ ഒരവസ്ഥയിലല്ലാതെ, ഇങ്ങനെയല്ലാതെ ഇസ്ലാമിൽ അടിമകൾ ഉണ്ടാക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഒരാൾക്കും ആളുകളെ ആക്രമിക്കുക, എന്നിട്ട് അവരെ ബന്ദികളാക്കി അടിമകളാക്കി വെക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടുള്ളതല്ല. അതാണ് ഇവിടെ ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്നത്. ഒറജുലുൻ ഹുറൻ ഫഅകല സമലഹു, ഒരു സ്വതന്ത്രനെ അടിമയാക്കി വിറ്റിട്ട് അതിൻ്റെ വില തിന്നുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവപ്പെട്ട പാപാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വേണ്ടി പരലോകത്ത് ഈ ചെയ്ത മനുഷ്യനോട് തർക്കിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായി പറയുന്നത്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം പരലോക കോടതിയിൽ ദുനിയാവിൽ അന്യായം ചെയ്തവർ അവിടെ കണക്ക് തീർക്കപ്പെടുന്ന വിഷയമാണ്. ആളുകൾ അന്യോന്യം തർക്കിക്കും. അന്യായം ചെയ്തവർ, അവരുടെ അന്യായത്തിന് ഇരയായവർ, ഇവർ തമ്മിലാണ് തർക്കം. ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാതെ ഒരാളും മുന്നോട്ട് പോകില്ല. അന്യായം അത് വാക്കാലും പ്രവൃത്തിയാലും. അതുകൊണ്ടാണ് നമ്മൾ കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിൽ നിന്നുള്ള ഹദീസിൽ ആളുകൾ ബഹുമനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ ആളുകളുടെ കയ്യിലൊന്നുമില്ല, ശൂന്യഹസ്തർ. പിന്നെ എങ്ങനെയാണ് കണക്ക് തീർക്കപ്പെടലെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ബിൽ ഹസനാത്ത് വസയ്യിആത്ത്, നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും. നന്മകളേറ്റി വരുന്നവർ, അതിലെ മുഫ്ലിസിൻ്റെ ഹദീസ്, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസദഖത്തിൻ വസൗമിൻ എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ. ഉമ്മത്തിൽ പാപ്പരായവൻ ആരാണ്? പാപ്പരായവൻ പണം കൊണ്ട് പാപ്പരായവനല്ല, ദുനിയാവ് നഷ്ടപ്പെട്ട് പാപ്പരായവനല്ല. പിന്നെയോ നിസ്കാരവും നോമ്പും സദഖയൊക്കെ ആയിട്ട് പരലോകത്ത് വരും. പക്ഷേ പരലോക കോടതിയിലേക്ക് വരുമ്പോൾ അവൻ ഖദ് ശതമ ഹാദ വദറബ ഹാദ വഅകല മാല ഹാദ വശതമ ഹാദ, ഇങ്ങനെയൊക്കെയാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും കുത്തിപ്പറഞ്ഞും ആക്ഷേപിച്ചും പ്രഹരിച്ചും അന്യായം ചെയ്തുമൊക്കെയാണ് ദുനിയാവിൽ കഴിഞ്ഞത്. അങ്ങനെ പരലോക കോടതിയിൽ സദഖയും സലാത്തും സൗമൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ അവരാണ് പാപ്പർ. എന്താ പാപ്പരാകാൻ കാരണം? പരലോക കോടതിയിൽ ഈ അക്രമിയുടെ ഹസനാത്തുകളെ മുഴുവൻ ഇവൻ അക്രമം ചെയ്തവർക്ക് നൽകുകയാണ്. പിന്നെ ഇവൻ്റെ ഹസനാത്തുകൾ തീർന്നു, ആക്രമിച്ചത് ബാക്കിയാണ് എങ്കിൽ അവരുടെ സയ്യിആത്തുകൾ, അവൻ്റെ ദൂഷ്യങ്ങൾ ഇവൻ്റെ തലയിൽ ചാർത്തണം. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ആക്രമിക്കപ്പെട്ടവൻ്റെ സയ്യിആത്ത് അത് ഈ വ്യക്തിയുടെ മുതുകിൽ ചാർത്തുന്ന, അവനിലേക്ക് കൊടുക്കുന്ന അവസ്ഥ, അതാണ് ഇഫ്ലാസ്, യഥാർത്ഥ പാപ്പരാകൽ. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ കാന ലഹു ലി അഖീഹി മദ്ലമത്തുൻ ഫല്യതഹല്ലൽ യൗമ അൽയൗം എന്നൊക്കെ പറഞ്ഞത്. ആരോടെങ്കിലും അന്യായമുണ്ടെങ്കിൽ ഇവിടെ വെച്ചത് പരിഹരിക്കട്ടെ. ഫല്യതഹല്ലൽ മിൻഹു അൽയൗം, അതിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് തീർപ്പാക്കുക, അതിൽ നിന്ന് തടി സലാമത്താക്കുക, രക്ഷപ്പെടുത്തുക. ഒരാളോട് ഒരു അന്യായം ഉണ്ടെങ്കിൽ അവിടെ പരലോകത്തേക്ക് അത് നീട്ടിവെക്കാതെ ദുനിയാവിൽ വെച്ച് അതിൽ തീർപ്പാക്കുക, തീരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമ്മൾ കേട്ടു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ടുണ്ട്. അവസാന നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും ശയ്യാവലംബിയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് മിമ്പറിൽ കയറി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ആളുകളൊക്കെ കാണെ കയറി നിന്നിട്ട് പിന്നെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നത്? മൻ അഖത്തു ലഹു മാലൻ ഫഹാദാ മാലി ഫല്യഖുദ് മിൻ, ഞാൻ ആരുടെയെങ്കിലും സ്വത്തെടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ സ്വത്തിതാ, ഇതിൽ നിന്ന് അവൻ എടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. മൻ ജലത്തു ലഹു ബഹ്റൻ ഫഹാദാ ബഹ്രി ഫല്യഖ്തദി മിൻഹു, ഞാൻ ആരുടെയെങ്കിലും മുതുകിൽ തച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുതുകിതാ, ഈ മുതുകിൽ അവൻ പ്രതിക്രിയ ചെയ്യട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മുതുക് കാണിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ മൻ ശതംതു ലഹു ഇർബൻ ഫഹാദാ ഇർദി ഫല്യഖ്തദി മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ അഭിമാനമിതാ, എന്നോട് പ്രതിക്രിയ എടുക്കൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പ് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിലെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാഴ്ചവെച്ച മാതൃക ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വത്ത് കാണിച്ച് പറയുകയാണ്, ഞാൻ ആരുടേതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ സ്വത്ത് എടുത്തോളി, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുതുകിത ഇതിൽ പ്രതിക്രിയ ചെയ്തോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഞാൻ ആരെങ്കിലും അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കും വിധം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം ഇതാ, അതിൽ പ്രതിക്രിയ ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളത്തേക്ക് നീട്ടിവെച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണ വാർത്ത വന്നിട്ടുണ്ട്.
ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ അജലടുത്ത മരണമെടുത്ത അറിയിപ്പുകളായിട്ടുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് സൂറ അവതരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളുകൾ എണ്ണപ്പെട്ടു എന്നുറപ്പായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതാണ്. ഒന്നും പരലോകത്തേക്ക് ബാക്കി വെക്കാതെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ആളുകളെ എല്ലാവരെയും വിളിച്ച് പ്രതിക്രിയ ചെയ്യാൻ, പ്രതികാരമുണ്ട് എങ്കിൽ അത് തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്നദ്ധമായത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ വിഷയം എത്ര ഗൗരവമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടി അന്ന് ആരും വരികയോ ആരെങ്കിലും ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്തത് നമ്മൾ വായിക്കുന്നേ ഇല്ല. പിന്നെയോ ഇപ്പോൾ നമ്മൾ സവാദ് ബിൻ ഗസിയയുടെയൊക്കെ ചരിത്രത്തിൽ, ബദറിൻ്റെയൊക്കെ ചരിത്രത്തിൽ വായിക്കുന്നത് പോലെ ഇവിടെ ഖത്തീബ് ഉണർത്തിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതിക്രിയ ചെയ്യണം എന്ന് പറഞ്ഞ് സവാദ് ബിൻ ഗസിയ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അമ്പ് കൊണ്ട് യുദ്ധത്തിൽ അണി ശരിയാക്കുമ്പോൾ സവാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ്റിൽ ആ അമ്പൊന്ന് തട്ടിയതിൽ അദ്ദേഹം എനിക്ക് നോവേറ്റു, എനിക്ക് പ്രതിക്രിയ വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഖമീസ് ഉയർത്തി വയറ് കാണിച്ചപ്പോൾ പ്രതിക്രിയക്ക് വന്ന സവാദ് ബിൻ ഗസിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചുപൂട്ടി ആ വയറ്റിൽ ചുംബിക്കുകയാണ് ചെയ്തത്. ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെയുള്ള കണക്ക് ചോദിക്കലല്ലാതെ ഒരന്യായത്തിൻ്റെ കണക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് വഫാത്താകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു ദുആ ഉണ്ട്. ഖത്തീബ് ഇവിടെ ഉണർത്തിയില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, ഞാൻ ആരെങ്കിലും ശകാരിക്കുകയോ ആരെങ്കിലും വല്ല നിലക്ക് ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ എൻ്റെ ശകാരവും ദ്രോഹവും നീ അവർക്ക് റഹ്മത്താക്കണമേ, അതെന്നിൽ നിന്നുള്ള അവർക്കുള്ള സലാത്താക്കണമേ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും വല്ല വിഷയത്തിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് അനിഷ്ടകരമായ വിധം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതവർക്ക് റഹ്മത്താണ്, അവർക്ക് സലാത്താണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് തീർത്തും ഈ വിഷയങ്ങളിലൊക്കെ മാപ്പ് ചോദിച്ചും പ്രതിക്രിയക്ക് അവസരം നൽകിയും ഒക്കെ വർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര ആളുകളോടുള്ള പെരുമാറ്റത്തിൽ, വർത്തനത്തിൽ പല വിധക്കും വാക്കാലും പ്രവൃത്തിയാലും നോട്ടത്താലും ഒക്കെ നമ്മൾ അന്യായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരലോക കോടതിയിൽ വിചാരണയുടെ വേദിയിൽ ഇങ്ങനെ ഒരു തർക്കത്തിൻ്റെ വിഷയമുണ്ട്, പലർക്കും വേണ്ടി തർക്കത്തിന് വരുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവപ്പെട്ട വിഷയമാണിത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഖുത്ബ ശ്രവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫുവും ആഫിയത്തും അള്ളാഹു നമ്മളിലെല്ലാം കനിയുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ ചില സഹോദരികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലിനാൽ അള്ളാഹുവിൽ നിന്നുള്ള ശിഫയും ആഫിയത്തും അവരിലെല്ലാം കനിയുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ശിഫയും ആഫിയത്തും അഫുവും അവരിലും നമ്മളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ഒക്കെ പലപ്പോഴും അള്ളാഹു നമ്മുടെ വേദികളിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിലും ഒരു നല്ല വേദിയിൽ സന്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവുറ്റ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരു വേദി പങ്കിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്കെല്ലാം അള്ളാഹു കൺകുളിർമ കനിയുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.